സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹോശേയാവിന്റെ പുസ്തകം 11-ാം അധ്യായം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്നു ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നുപോയി. ബാൽ വിഗ്രഹങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്നു അവർ അറിഞ്ഞില്ല. എന്തുകൊണ്ടോ ഈ ദിവസത്തെ മീറ്റിംഗിൽ ദൈവം എന്നോട് പറയുന്നു, ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിച്ചിട്ട് ദൈവത്തോട് കൃതജ്ഞത ഇല്ലാത്തതായ ആളുകളെക്കുറിച്ച് പറയുവാൻ. എഫ്രായിം, ദൈവം വിളിച്ചതായ എഫ്രായിം, ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പ്രത്യേകമായി വിളിച്ചു വേർതിരിച്ച എഫ്രായിം. എഫ്രയീം ആരാണെന്നറിയാമോ? ആരുടെ മകനാണ്? യോസേഫിൻ്റെ മകൻ. യോസേഫ് ആരുടെ മകനാണ്? യാക്കോബ് ആരുടെ മകനാണ്? ഇസഹാക്കാരുടെ മകനാണ്? അബ്രഹാം. അബ്രഹാം ആരാണ്? ദൈവം വിളിച്ചു വേർതിരിച്ചവൻ. നദിക്കരയിൽ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയം വിഗ്രഹം ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. ആ വിഗ്രഹത്തെ ആരാധിച്ചവനായിരുന്നു. അത്ര തീക്ഷ്ണതയായിരുന്നു അവന്. ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ യഥാർത്ഥ ദൈവം ആരാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കണ്ടിട്ട് അവൻ സത്യാന്വേഷിയായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി അബ്രഹാമിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നദിക്കരയിൽ നിന്ന് അവനെ വിളിച്ചു. അബ്രഹാമേ, നീ എൻ്റെ വാക്കു കേട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, അനേകർക്ക് നിന്നെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. നിന്നിൽ നിന്ന് ഞാനൊരു ജാതിയെ പുറപ്പെടുവിക്കാനിടയാകും. ഈ ലോകം നശിച്ചു പോയിരിക്കുന്നു, ഈ ലോകം ദുഷിച്ചു പോയിരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾ തങ്ങളുടെ മാർഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നതായ ഒരു ജനസമൂഹത്തെ വിശുദ്ധീകരിച്ച് അവരെ തിരഞ്ഞെടുക്കണമെന്ന്, അവരെ എനിക്ക് വേണ്ടി നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അതേ വാക്ക് തന്നെ ഇന്നും പറയുന്നു. ഈ ലോകം നശിച്ചിരിക്കുന്നു, ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും തങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കുന്നു. ഇവിടെ അനീതിയും അക്രമവും മോഷണവും വഞ്ചനയും മദ്യപാനവും ദുഷ്ടപ്രവർത്തനങ്ങളും വ്യഭിചാരങ്ങളും കൊച്ചുകുട്ടികളെപ്പോലും മാനഭംഗപ്പെടുത്തുന്ന അവസ്ഥയും. കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി ഒരു കൊച്ചു പെൺകുട്ടിയെ 5-6 പേർ ചെന്നിട്ട് മാനഭംഗപ്പെടുത്തി. അവർ മനുഷ്യരാണോ മൃഗങ്ങളാണോ? മനുഷ്യരാണോ ജന്തുക്കളാണോ? സ്വന്തം പിതാവ് മകളെ ഉപദ്രവിക്കുന്നു, മകളെ മാനഭംഗം ചെയ്യുന്നതായ അവസ്ഥ. എത്ര ഹീനമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് വിശുദ്ധിയില്ല, ദൈവഭയമില്ല, വിശ്വാസം ഇല്ല. ദേശത്തെ പാലിക്കേണ്ട സമയത്ത് ദേശത്തെ കവർച്ച ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ദരിദ്രൻ വീണ്ടും ദരിദ്രനാകുന്നു, പണക്കാരൻ പണക്കാരനായി തന്നെ പോകുന്നു. എവിടെ നോക്കിയാലും അനീതിയാണ്, എവിടെ നോക്കിയാലും വഞ്ചനയാണ്. കുറച്ച് പണത്തിനു വേണ്ടി, കുറച്ച് സമ്പത്തിനു വേണ്ടി പരസ്പരം കൊലവിളി നടത്തുന്നതായ ജനങ്ങളെ കാണാം. ഒരു വൃദ്ധ മാതാവ് അവർ കുറച്ച് പണമെടുത്ത് മാറ്റിവെച്ചപ്പോൾ, അത് സ്വരൂകൂട്ടി വെച്ചപ്പോൾ, അത് തട്ടിയെടുത്തിട്ട് അവരെ കൊന്നുകളഞ്ഞതായ കൊച്ചുമകനെക്കുറിച്ച് വാർത്ത കേട്ടില്ലേ? ഇവയൊന്നും മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട സ്വഭാവമല്ല. ദൈവം സ്നേഹവും നീതിയും സത്യസന്ധതയുമുള്ളവനായിരിക്കുമ്പോൾ, ആ രീതിയിലായിരിക്കുവാൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ, മനുഷ്യൻ ഇന്ന് മൃഗങ്ങളെക്കാൾ താഴ്ന്ന അവസ്ഥയിലേക്ക് വീണുപോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായ ഈ ലോകത്തിലേക്ക് യഥാർത്ഥമായ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടത്? നീതിയോടെ സത്യസന്ധതയോടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ജീവിച്ചു കാണിക്കേണ്ടതായ മനുഷ്യരാകുന്നതിനാണ് എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ കൈകളിലേക്ക് ബൈബിൾ വന്നത്. നീ ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, ലോകക്കാരെ പോലെ ജീവിക്കുകയാണെങ്കിൽ, ബൈബിൾ വായിക്കുന്നെന്ന് പറഞ്ഞ്, യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ്, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ്, ഇപ്പോഴും ദുർമാർഗിയായിട്ട്, കള്ളനായിട്ട്, വ്യഭിചാരിയായിട്ട്, വഞ്ചകനായിട്ട്, മദ്യപാനിയായിട്ട്, അകൃത്യം ചെയ്യുന്നവനായിട്ടിരിക്കുകയാണെങ്കിൽ
ദൈവത്തിന്റെ കണ്ണു ചുവക്കുവാനിടയാകും. ആ കാലത്ത് ആദിയിൽ മനുഷ്യൻ നശിച്ചു പോയപ്പോൾ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. നോഹ മാത്രമാണ് നീതിമാനായിരിക്കുന്നതെന്ന് കണ്ടിട്ട് നോഹയുടെ കുടുംബത്തിൽ കൂടി പുതിയൊരു മാനവ കുലത്തിനെ ദൈവം സൃഷ്ടിക്കുവാനിടയായി. കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ മനുഷ്യൻ നശിച്ചു പോകുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം അബ്രഹാമിനെ കാണുവാനിടയായി. അവനെ വേർതിരിച്ചു, അവനെ വിളിച്ചു, അവനെ തിരഞ്ഞെടുത്തു. അവനിൽ കൂടി യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയും പദ്ധതി ചെയ്യുകയും ചെയ്തു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി അബ്രഹാമിന്റെ വംശത്തിൽപ്പെട്ടതായ, ദാവീദിന്റെ വംശത്തിൽപ്പെട്ടതായ മിശിഹായി ലോകത്തിലേക്ക് വന്നിട്ട് ലോകത്തെ രക്ഷിക്കണമെന്ന് ദൈവം പദ്ധതി ചെയ്യാനിടയായി. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ അവർ മറന്നുപോയി. മിസ്രയീം ദേശത്ത് അവർ അടിമകളായിട്ട് പോയി. ആ സമയത്ത് ദൈവം മോശയെ തിരഞ്ഞെടുക്കുവാനിടയായി. മോശയിൽ കൂടി ആ ജനത്തെ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് വന്നു. ഇങ്ങനെ നാം നോക്കിക്കൊണ്ടു പോവുകയാണെങ്കിൽ ദൈവം അതാത് സമയങ്ങളിൽ നശിച്ചു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ ആളുകളെയും തിരഞ്ഞെടുത്തതായി കാണാം. തന്റെ സ്വന്തം ജനമാകേണ്ടതിന് യേശുവിന്റെ നാമത്തെ ധരിച്ചവരെ അവൻ തിരഞ്ഞെടുക്കാനിടയായി. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കും മാത്രം എന്തുകൊണ്ട് ഈ യേശു രക്ഷകനായിരിക്കുന്നു എന്ന സത്യം മനസ്സിലായി എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അതാണ് അവൻ പറയുന്നത്. അത് മറന്നു പോകരുത്. നീയല്ല ദൈവത്തെ സ്നേഹിച്ചത്, ദൈവമാണ് നിന്നെ ആദ്യം സ്നേഹിച്ചത്. നിന്റെ മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ നിന്നെ അവൻ സ്നേഹിച്ചതാണ്. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് തന്നെ ദൈവം നിന്നെ സ്നേഹിച്ചതാണ്. ഇന്ന വ്യക്തിയുടെ മകനായിട്ട് ഇന്ന വ്യക്തി ജനിക്കണം, അല്ലെങ്കിൽ ആ മകന്റെ കൊച്ചുമകനായിട്ട് ഈ ജയ്പോൾ ജനിക്കണമെന്ന് ദൈവം മുന്നമേ തീരുമാനിച്ചതാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ കണ്ടതായ സ്നേഹം, ഞാൻ ഈ ലോകത്തിലേക്ക് വരും മുമ്പേ എനിക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയതായ ദൈവത്തിന്റെ സ്നേഹം, നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയ ദൈവത്തിന്റെ സ്നേഹം. അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരുവൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്, എന്തുകൊണ്ട് നിന്നെ മാത്രം അവൻ തിരഞ്ഞെടുത്തു? ഞങ്ങളുടെ വീട്ടിൽ മറ്റാരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എല്ലാവരും വിശ്വാസ ജീവിതത്തിന് എതിരാണ്, ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു? അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ നിന്റെ വീട്ടുകാർക്ക് മുഴുവനും അനുഗ്രഹമായി മാറ്റുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ യോസേഫ് ദൈവത്തിന്റെ കൈയാൽ അനുഗ്രഹിക്കപ്പെട്ടു. യോസെഫിന്റെ സഹോദരനായി രൂബേനാണ് ഒന്നാമത്തെ മകൻ. അവനാണ് അനുഗ്രഹം വരേണ്ടത്. യാക്കോബിന്റെ മകനായിരിക്കുന്ന രൂബേൻ വ്യഭിചാരത്തിന് ഇടം കൊടുക്കാനിടയായി. അതുകൊണ്ട് നീ വെള്ളത്തിനെ പോലെ ഓളം തട്ടുന്നവനാണ്, നിന്നെക്കൊണ്ട് ഉപയോഗമില്ല. എന്നിട്ട് ഒന്നാമത്തെ അനുഗ്രഹം അടുത്ത മകനായിരിക്കുന്ന യഹൂദയ്ക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ യഹൂദയ്ക്ക് വലിയ കോപമാണ്, മുൻകോപിയാണ്, വൈരാഗിയാണ്. സഹോദരി ആരോ എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ കൊന്നുകളയാനിടയായി. അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഉപയോഗമില്ല. അങ്ങനെ അനുഗ്രഹം യോസേഫിന്റെ മേലിലേക്ക് വന്നു. യോസേഫ് ഒരു ഫലമുള്ള വൃക്ഷം. യോസേഫ് മിസ്രൈമിലായിരുന്ന സമയത്ത് അനേകം കഷ്ടതകൾ അനുഭവിച്ചപ്പോഴും ദൈവത്തിനു വേണ്ടി അവൻ നിന്നതുകൊണ്ട്, വിശുദ്ധിയോടെ തന്റെ ജീവിതത്തെ അവൻ നയിച്ചതുകൊണ്ട് യോസേഫ് സുമുഖൻ ആയിരുന്നു, അഴകുള്ളവനായിരുന്നു. ആ വീട്ടിലെ യജമാനത്തി അവന്റെ മേൽ കണ്ണുവയ്ക്കുവാൻ ഇടയായി. എന്നിട്ടെന്തായി? അവനോട് തന്നോടൊപ്പം പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുവാൻ ഇടയായി. എന്നാൽ യോസേഫ് എന്താണ് ചെയ്തത്? അവളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ദുർനടപ്പ് വിട്ടിട്ട് ഓടിപ്പോവുക എന്ന പുതിയ നിയമത്തിലുള്ളതായ വചനത്തെ പഴയ നിയമത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ അവൻ പാലിച്ചു. തന്മൂലം അവന് കഷ്ടത വന്നു, ശിക്ഷ വന്നു, കാരാഗ്രഹം വരാനിടയായി. എന്നാൽ അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. കാരാഗൃഹത്തിലും ദൈവത്തിനു വേണ്ടി അവൻ ജീവിച്ചു. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം അവനെ രക്ഷിച്ച് മിസ്രയീം രാജ്യത്തിന്റെ മുഴുവനും പ്രധാനമന്ത്രിയാക്കി മാറ്റുവാൻ ഇടയാക്കി. ആ യോസേഫിന് 2 മക്കൾ ഉണ്ടായി. അതിൽ ഒരുവനാണ് മനശ്ശെയും മറ്റേയാൾ എഫ്രയീമും. മനശ്ശെ മൂത്ത മകനും എഫ്രയീം ഇളയ മകനും. ഇപ്പോൾ മൂത്തവനും ഇളയവനെല്ലാം ഒരുപോലെയാണ്. എന്നാൽ അന്ന് മൂത്ത മകനാകുന്നുവെങ്കിൽ അധികാരം മുഴുവൻ പിന്നെ അവനാണ്. പിതാവ് കഴിഞ്ഞാൽ സകല അവകാശവും അവനാണ്. അവിടെയുള്ള സ്വത്തുക്കളിൽ 2 ഭാഗം മൂത്ത മകനും ബാക്കിയുള്ള ഭാഗമാണ് ബാക്കിയുള്ള മക്കൾക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ജ്യേഷ്ഠന്റെ പദവിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് യാക്കോബ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പോരാട്ടം നടത്തിയത്. എനിക്ക് ആദ്യം ജനിക്കണം. അങ്ങനെ കാല് പിടിച്ചുകൊണ്ടാണ് അവൻ ജനിക്കുവാനിടയായത്. അങ്ങനെ അവൻ ജനിച്ചതിന് ശേഷവും മൂത്ത ആളിന്റെ ജ്യേഷ്ഠത്വ പദവി തട്ടിയെടുക്കുന്നതിന് വേണ്ടി വഞ്ചന കാണിക്കുവാനും പരിശ്രമിച്ചു. ഇവിടെ എഫ്രയീം ചെറിയവനാണ്, മനശ്ശെ മൂത്തവനാണ്. യോസേഫ് ഒരു ദിവസം ആ 2 പുത്രന്മാരെയും പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആരാണ് പിതാവ്?
നോക്ക്, നിങ്ങൾ കേൾക്കുന്നില്ല. ആരാണ് ആ പിതാവ്? എനിക്കെന്തറിയാമെന്ന്. യാക്കോബിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി നിങ്ങളുടെ മാതാപിതാക്കളെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അപ്പാ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ കളവനാണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത്? അമ്മയോട് പറയാം, നോക്ക്, ഏതോ ഒരു അമ്മൂമ്മ കയറി വരുന്നു. നിന്റെ അമ്മയുടെ അമ്മയെ നീ അങ്ങനെയാണോ കാണുന്നത്? നിന്റെ പിതാവിൻ്റെ അമ്മയെ അത്രമാത്രം വിലയില്ലാതെയാണോ കാണുന്നത്? പലപ്പോഴും നീ അവരെ കളിയാക്കാറില്ലേ? ആ മാതാപിതാക്കളെ കളിയാക്കാറില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? തല നരച്ച ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് അനുഗ്രഹമാണ്. ഇന്ന് നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ അമ്മയാകട്ടെ, അപ്പൻ്റെ അമ്മയാകട്ടെ, മാതാപിതാക്കളെ ആകട്ടെ നിങ്ങൾ അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെന്നിട്ട് അവരോട് സോറി പറയണം. അവർക്ക് സീറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കൂ. സീറ്റ് അധികം കൊടുക്കണ്ട, അവർക്ക് ഷുഗർ വരാനിടയാകും. എന്തെങ്കിലും ഒരു പഴം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. നീ ഒരു പട്ടുസാരി ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല, അതവർ ഉടുക്കുകയുമില്ല. ഒരു സാധാരണ സാരി 10-100 രൂപയ്ക്കുള്ള ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തെടുത്ത് അമ്മേ ഈ സാരി ഉടുക്ക് എന്ന് പറയണം. അപ്പോൾ ഭാര്യ പറയും, അവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്, ഞാൻ തന്നെ ഉടുത്തുകൊള്ളാമെന്ന്. എന്താണ്? മാതാപിതാക്കൾ നമ്മെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്. പ്രധാനമായിട്ടും നമ്മുടെ പൂർവികന്മാരുടെ അനുഗ്രഹം നമ്മിലേക്ക് വരും. അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ, കർത്താവിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ അവർ 7-8 പേര് ഉണ്ട്. ഞങ്ങളുടെ മുത്തശ്ശിയുടെ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചവരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മുത്തശ്ശിയും രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ അമ്മയും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും 8 പേരെയും യേശുവിൽ വിശ്വസിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ അമ്മ നടത്തി. തിമോത്തിയോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നിന്റെ വല്യമ്മ വല്യമ്മയിൽ നിന്നും നിന്റെ അമ്മ അമ്മയിൽ നിന്നും നിന്നിലേക്ക്. യൗവനപ്രായത്തിൽ 18 വയസ്സുണ്ടായിരുന്ന സമയത്ത് തിമോത്തി എന്ന ഭക്തൻ വലിയൊരു ബിഷപ്പായിട്ട് വലിയൊരു ഭക്തനായി മാറാനിടയായി. കാരണം എന്താണെന്ന് വെച്ചാൽ വല്യമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ വളർത്തലുമാണ്. ആ തിമോത്തിയോസിന്റെ പിതാവാണെങ്കിൽ ഗ്രീക്ക് പൗരൻ ആയിരുന്നു, വിശ്വാസിയല്ലായിരുന്നു, അന്യവ്യക്തിയാണ്. പിതാവിന് വിശ്വാസമില്ല എങ്കിലും മാതാവിന് വിശ്വാസം കാരണം മകൻ വലിയവനാകുവാനിടയായി. ദയവ് ചെയ്ത് നിന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. അവർ കരഞ്ഞാൽ നിനക്കത് ശാപമാണ്. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുന്ന സമയത്ത് അവരെ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊടുത്ത് വളർത്തുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അവർക്ക് കൊടുക്കുക. ഇവിടെ മാതാപിതാക്കളോട് പറയുകയാണ്, ദയവ് ചെയ്ത് കേൾക്കൂ. വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കളോടും ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കളെയാകട്ടെ നിങ്ങളുടെ കൊച്ചുമക്കളെയാകട്ടെ ശപിക്കുവാൻ പാടില്ല. ഉദരഫലം യഹോവ നൽകുന്ന ദാനമാണ്. നിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളാണവർ. നിങ്ങളുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ എത്ര ജ്ഞാനമില്ലാത്തവരാണെങ്കിലും, എത്ര പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണം, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ആ മകനെ ദൈവം പിടിക്കാനിടയാകും. അതാണ് ഇവിടെ കാണുന്നത്. എഫ്രൈമിനെ ദൈവം ഒരുപാട് സ്നേഹിക്കുവാൻ ഇടയായി എന്ന് കാണുന്നു. എഫ്രൈമിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകല അനുഗ്രഹങ്ങളും, യാക്കോബിന് വരേണ്ടതായ അനുഗ്രഹങ്ങളെല്ലാം എഫ്രൈമിന് ദൈവം കൊടുത്തു. അവന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നിട്ടും ദൈവം എഫ്രൈമിനെയാണ് അനുഗ്രഹിച്ചത്, ഇളയവനെയായിരുന്നു അനുഗ്രഹിച്ചത്. എഫ്രൈമിനെ ദൈവം സ്നേഹിച്ചു. നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ നിന്നെ ദൈവം സൗഖ്യപ്പെടുത്താനിടയാകും. ജാഗ്രത, അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെടരുത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെക്കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട്. നീ നിന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, നിന്റെ ദൈവത്തെ നീ സന്തോഷിപ്പിക്കണം. അവന് അനുഗ്രഹിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തെ അവന് പ്രസാദകരമായിട്ട് മാറ്റണം. ദയവ് ചെയ്ത് തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് നീ ഞങ്ങളോട് കൂടെയിരിക്കുന്നതിനായിട്ട് നിനക്ക് നന്ദി കരയറ്റുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ സംസാരിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരയറ്റുകയാണ്. നീ വിളിച്ചതായ, നീ തിരഞ്ഞെടുത്തതായ, നീ അനുഗ്രഹിച്ചതായ, നീ സൗഖ്യമാക്കിയ എഫ്രൈമിനെ പോലെ ആയിരിക്കുന്നതായ ഞങ്ങൾ എത്രയോ തവണ തെറ്റിപ്പോകുവാനിടയായി, നിന്നെ ദുഃഖിപ്പിക്കുവാനിടയായി, അങ്ങേ വിട്ട് അകലുവാനിടയായി. ഞങ്ങളെ ശരിയാക്കേണ്ടതിന്, ഞങ്ങളെ നേർവഴി നടത്തേണ്ടതിന്, ഞങ്ങളെ നിന്നിലേക്ക് തിരിക്കാനായി, ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തിരികെ നൽകുന്നതിനായിട്ട്, ഈ മീറ്റിംഗിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്താനായിട്ട് നന്ദി കരറ്റുന്നു കർത്താവേ. ഈ സമയത്ത് സ്വർഗീയ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ അയക്കുമാറാകണമേ അപ്പ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളും അകന്നു പോകുവാൻ നീ സഹായിക്കുമാറാകണമേ. പരിശുദ്ധ ഹൃദയത്തോടു കൂടി ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവത്തോടു കൂടി തന്നെ
കണ്ണുനീർ അകന്നവരായിട്ട്, ആശ്വാസം പ്രാപിച്ചവരായിട്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയൊരു തീരുമാനമെടുത്ത ആളുകളായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. എല്ലാ രോഗങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാക്കുകയാണ് പിതാവേ. ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് ഉദരഫലം ലഭിക്കുമാറാകട്ടെ. കടബാധ്യതയിൽ കിടക്കുന്നവരെ, രോഗബാധിതരായി കിടക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ഇന്ന് കണ്ടതിനായിട്ട് നന്ദി കരേറ്റുന്ന കർത്താവേ, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെയെല്ലാം സൗഖ്യപ്പെടുത്തിയിരിക്കുന്നുവെന്ന്, പൂർണ്ണ സൗഖ്യം നൽകിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നിന്റെ അനുഗ്രഹത്തോടുകൂടി, അഭിഷേകത്തോടുകൂടി ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.